നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയും UAEയും പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് UAEയും ഇന്ത്യയും മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അസൂയയോടെ നോക്കിക്കാണുന്ന ഇന്ത്യ ഇപ്പോൾ UAEക്കൊപ്പമാണ്. ഇപ്പോഴാ ശ്രീനഗർ ഷാർജ വിമാനം ശനിയാഴ്ച ഷെയ്ഖ് ഉൽ അലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഗോ ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത വിമാനം ശ്രീനഗറിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് 6:30 ഷാർജയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. UAE സമയം രാത്രി 9:30 ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. അങ്ങനെ നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് കശ്മീർ താഴ്വരയ്ക്കും UAEക്കുമിടയിൽ നേരിട്ടുള്ള വിമാനബന്ധം സ്ഥാപിക്കപ്പെട്ടത്. മുൻപ് ഗോ എയർ എന്നറിയപ്പെട്ടിരുന്ന ഗോ ഫസ്റ്റ് ശ്രീനഗറിൽ നിന്ന് നേരിട്ട് അന്താരാഷ്ട്ര പാസഞ്ചർ കാർഗോ ഓപ്പറേഷനുകൾ ആരംഭിക്കുന്ന ആദ്യത്തെ എയർലൈനാണ്. കൂടാതെ ശ്രീനഗറിനും ഷാർജയ്ക്കുമിടയിൽ ആഴ്ചയിൽ 4 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. ഷാർജയിലേക്കുള്ള വിമാനത്തിൽ 5000 രൂപ മുതൽ പ്രത്യേക ടിക്കറ്റ് നിരക്ക് എയർലൈൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ജമ്മു കാശ്മീർ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചരക്ക് നീക്കത്തിനായി നിയമിച്ച ഏക വിമാന കമ്പനിയാണ് ഗോ ഫസ്റ്റ്. ഇതുകൂടാതെ ജമ്മു കാശ്മീരിൽ വികസനത്തിന്റെ പുതിയ ചുവടുവയ്പ്പാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ വിമാന സർവീസോടെ ശ്രീനഗറും UAEയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ഉയരും. ശ്രീനഗർ, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഗോ സേവനവും വർദ്ധിപ്പിക്കും. ജമ്മു കാശ്മീരിൽ നിന്നുള്ള പൂക്കളും കാർഷികോൽപ്പന്നങ്ങളും UAEയിൽ എത്തിച്ചേരുന്നതാണ്. നിരവധി മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പുതിയ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.